ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന സേതുവിന്റെയും പല്ലവിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. ഇതിനു മുമ്പായിട്ട് തന്നെ നമ്മൾ ഗൗതമിന്റെയും നന്ദയുടെയും നെക്സ്റ്റ് വീക്ക് പ്രമോ ഇട്ടിട്ടുണ്ട്, അതുപോലെ രേവതിയുടെയും സച്ചിയുടെയും കഥ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും മറക്കാതെ കാണുക. അപ്പം നമുക്ക് ഇന്നത്തെ സേതുവിന്റെയും പല്ലവിയുടെയും ജീവിതത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കിയാലോ. തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ സേതുവിനെയാണ് കാണിക്കുന്നത്. സേതു ആണെങ്കിൽ പേടിച്ചു വേറെ വന്നിരിക്കുകയാണ് ഹരീനെ കൂട്ടിക്കൊണ്ട് പോകാൻ. ഹരി ഇല്ലാതെ ഇനിയിപ്പോൾ അവിടെ പോയി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അതുമല്ല, അവിടെ തന്നെ കിടക്കണം. നമ്മുടെ മാധവന്റെ പ്രേതം വന്ന് ഇനി കൊന്നു കളഞ്ഞാലോ എന്നൊക്കെയുള്ള പേടി കൊണ്ട് പാവം സേതു ഹരീനെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതാ. അപ്പൊ ഈ സമയമാണ് പല്ലവിയുടെ കോള് വരുന്നത് കേട്ടോ. അപ്പൊ പല്ലവി ഫോൺ വിളിക്കുകയാണ്. സേതുവിന്റെ കയ്യിൽ ആ ഒരു മുറിവൊക്കെ അറിഞ്ഞിട്ട് പല്ലവി ഫോൺ വിളിച്ച് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ടാണ് വിളിക്കുന്നത്. അതുമല്ല, സേതുവേട്ടൻ പൊന്നുമടത്തുനിന്ന് വന്നതൊക്കെ അറിയുകയും ചെയ്തു. ഹരി ഇത് നേരത്തെ വിളിച്ചു പറഞ്ഞേ, അതുകൊണ്ടാണ് വിളിക്കുന്നത്. അങ്ങനെ സേതു ഫോൺ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സേതു എടുക്കുന്നില്ല. ഈ ഒരു സമയത്ത് നമ്മുടെ ഹരിയും സേതു സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പൊന്നുമടത്തിലേക്ക് പോകുന്ന കാര്യം. പൊന്നുമടത്തിലേക്ക് ഹരി വരുന്നില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നീ വരണം, നീ വരാതെ പറ്റില്ല, നീ വരാതെ ഞാൻ പോകത്തില്ല എന്നൊക്കെ പറഞ്ഞ് വഴക്ക് കൂടിക്കൊണ്ടിരുന്ന സമയത്താണ് വിളിച്ചത്. അപ്പോൾ ഫോൺ ബെല്ലടിക്കുന്നപ്പോഴത്തേക്ക് ഹരി പറഞ്ഞു, ഇതേ ഫോൺ വിളിക്കുന്നാരോ. ഫോൺ എടുക്കാൻ പറഞ്ഞപ്പോൾ ഫോൺ എടുക്കാനോ? ഞാനോ? എനിക്ക് ഫോണൊന്നും എടുക്കാൻ പറ്റത്തില്ല. അല്ല, ആരാ വിളിക്കുന്നതെന്ന് നോക്ക്. അത് പിന്നെ ആരെങ്കിലും വിളിച്ചോട്ടെ, നിനക്ക് എന്താന്ന് ചോദിച്ചു. പല്ലവി ആട്ടോ വിളിക്കുന്നത്. എന്തായാലും പല്ലവി വിളിക്കുന്നത് നമ്മുടെ ഹരിക്ക് അറിയാം. പക്ഷെ മനഃപൂർവ്വം നമ്മുടെ ഹരി അത് പറഞ്ഞുമില്ല. ഈ ഒരു സേതുവിൻ്റെ ഈ ഒരു ചമ്മി നാറ് നിൽക്കുന്ന ഒരു അവസ്ഥ കാണാനും നല്ല രസമുണ്ട്. അങ്ങനെ നമ്മുടെ ഹരി അങ്ങ് പോയി കഴിഞ്ഞിട്ട് നമ്മുടെ ഹരി ഈ മാറി നിന്ന് ഡ്രസ്സൊക്കെ അടുക്കി ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും പല്ലവി വിളിക്കുകയാണ്. അതെന്താ സേതുവേട്ടൻ ഫോൺ എടുക്കാത്തത്? സേതുവേട്ടൻ്റെ കയ്യിലൊന്ന് കൊണ്ട് കൊടുക്കുവോ? എന്താ പറ്റിയത്? മുറിവിന് വേദന ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് വലിയൊരു വെപ്രാളത്തിലാണ് ഫോൺ വിളിക്കുന്നത് കേട്ടോ. അപ്പൊ ഹരി പറയുന്നുണ്ട്, അത് മുറിവ് ചെറിയ ആഴത്തിലൊക്കെ ഉണ്ട്. ഏതായാലും ഇവിടെ ഇപ്പോൾ ഉണ്ട് സേതുവേട്ടൻ എന്ന് പറഞ്ഞപ്പം, ആണോ? എങ്കിൽ പിന്നെ ഫോൺ വെച്ചോ, ഞാൻ വരും, ഇപ്പം ഞാൻ അങ്ങോട്ടേക്ക് വരിക എന്ന് പറഞ്ഞ് പല്ലവി ഫോൺ കട്ട് ചെയ്തു. അപ്പൊ ഈ സമയത്ത് ആയിക്കോട്ടെ, നമ്മുടെ സേതു ആണെങ്കിൽ അച്ഛൻ വന്ന് പറഞ്ഞ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ഓർക്കുകയാണ്. നീ എൻ്റെ കുടുംബത്തെ നോക്കണം, നീയാണ് ഇനി നിന്റെ സഹോദരങ്ങളെ നോക്കേണ്ടത്. അതുപോലെ തന്നെ പൂർണിമ ഒരിക്കലും നീ കുറ്റപ്പെടുത്തരുത്, അവൾ നിന്നെ സ്നേഹിക്കുന്നത് മാത്രമേ ഉള്ളൂ, ഒരു മകനെ പോലെ മാത്രമേ കാണുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞതിങ്ങനെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞതിങ്ങനെ ഓർത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തോണ്ടിരിക്കുന്നു. ആ ഒരു സമയത്താണ് നമ്മുടെ പല്ലവി ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നത്. പല്ലവി ഓട്ടോയിൽ വന്ന് ഇറങ്ങി ഓടി വന്നിട്ട്, അല്ല സേതുവേട്ടൻ എന്താ പറ്റിയത്? ഇപ്പൊ കൈക്ക് എങ്ങനെയുണ്ട്, കുറവുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ കൈക്ക് കുറവുണ്ടോ എന്നൊക്കെ ഇങ്ങനെ സേതു പറഞ്ഞു. ഇപ്പൊ സേതു ചോദിച്ചാൽ എന്തിനാ വെറുതെ ഈ രാവിലെ വന്നതെന്ന് ചോദിക്കുമ്പോൾ ഒരു സമാധാനവും എനിക്ക് അവിടെ ഇരുന്നിട്ടില്ല, അതുകൊണ്ടാണ് സേതുവേട്ടൻ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ പറയുകയാണേ. അപ്പൊ ഇതിനിടയിൽ ഹരി സേതുവേട്ടൻ ഇങ്ങ് വന്നതെന്ന് പറഞ്ഞ് വിളിച്ചു. പല്ലവി സംസാരിച്ചിരിക്കുന്നതിന്റെ ആ ഇടയ്ക്ക് അങ്ങനെ നമ്മുടെ സേതു അങ്ങോട്ടേക്ക് ചെന്നപ്പം ഹരി പറഞ്ഞു, അതെ പേടിച്ച് വിറച്ചിങ്ങോട്ട് വന്നതാന്ന്, ദേവി ഇത് പല്ലവിയേച്ചോട് പറഞ്ഞേക്കല്ലെന്ന് പറഞ്ഞു. അതെന്താടാ പറഞ്ഞാൽ? എൻ്റെ പൊന്ന് സേതുവേട്ടനൊരു പേടിത്തൂറിനാന്ന് ഓർത്തു പോകല്ലേ, അതുകൊണ്ട് അത് പറയുമൊന്നും വേണ്ട. എടാ പിന്നെ എന്തിനാടാ നീ പറഞ്ഞത് എൻ്റെ കയ്യിൽ ആഴത്തിലുള്ള മുറിവൊക്കെ ഉണ്ടെന്ന്? അത് പിന്നെ സ്നേഹം മനസ്സിലാക്കാൻ. എന്ത് സ്നേഹം? അല്ല, പല്ലവിയേച്ചിക്ക് സേതുവേട്ടനോട് എത്രമാത്രം സ്നേഹം ഉണ്ടെന്ന് മനസ്സിലാക്കണ്ടേ? അത് മനസ്സിലായല്ലോ, അതുകൊണ്ടല്ലേ ഓടിത്തിരിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ പറഞ്ഞു. എന്നാലും ഈ ഒരു സംസാരമൊക്കെ കഴിഞ്ഞിട്ട് പൊന്നുമടത്തിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങുകയാണ്. പൊന്നുമടത്തിലേക്ക് ഹരി ആയിട്ടാണ് ഇനി പോകുന്നതെന്ന് പല്ലവിയോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ പല്ലവി പറഞ്ഞു, അതായത് ഹരീനെ കൊണ്ട് പോകുന്നതെന്ന് ചോദിച്ചപ്പം, എനിക്ക് അവിടെ വെറും ബോറിംഗ് ആണ്, ഹരി ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്നും പറഞ്ഞാണ് അവരവിടെ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ ഇവർ നേരെ വണ്ടിയിലേക്ക് കയറി പോവുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ സേതുവിൻ്റെ വണ്ടിയിൽ തന്നെ പല്ലവിയും കയറിയിട്ടുണ്ട്, അതുപോലെ ഹരിയും കയറിയിട്ടുണ്ട്. അപ്പം ഹരിയും സേതുവും കൂടെ നേരെ പൊന്നുമടത്തിലേക്കാണ് ചെല്ലുന്നത്. ഈ സമയമാണെങ്കിൽ ആ ബ്രോക്കർ അമ്മച്ചി ആണെങ്കിൽ നമ്മുടെ പല്ലവിയുടെ വീട്ടിൽ വന്ന് ഒരാളുടെ കല്യാണാലോചനയും കൊണ്ട് വരികയാണ് കേട്ടോ. അങ്ങനെ ഒരു നല്ല ചെക്കനാണെന്നും പല്ലവിക്ക് ചേരുന്ന ഒരു ചെറുക്കനാണെന്നും ഇന്ദ്രനെ പോലെ അല്ലെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഫോട്ടോ കണ്ടിട്ട് പല്ലവിയുടെ അമ്മയ്ക്കും നമ്മുടെ പല്ലവിയുടെ അനിയത്തിക്കും പല്ലവിയുടെ അച്ഛനും ഒക്കെ അത് ഇഷ്ടമാകുകയാണ്. അപ്പം മാഷിനൊക്കെ ഇഷ്ടമായി. അപ്പോൾ ഇവർ ഈ കല്യാണത്തിന്റെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ പല്ലവി വരുന്നത്. അപ്പോൾ പല്ലവി ചോദിച്ചു, എന്താ ചേട്ടത്തി ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ, അതെ നല്ലൊരു ബെസ്റ്റ് ആലോചനയാണ് കൊണ്ടുവന്നിരിക്കുന്നത്, ഇത് ഇന്ദ്രനെ പോലെ ഒന്നും അല്ല എന്ന് പറഞ്ഞ ആ ഫോട്ടോ കാണിച്ചതും പല്ലവി അത് മേടിച്ച് തൊണ്ടമുണ്ടം കീറി അങ്ങോട്ട് എറിഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് കല്യാണം വേണ്ട. അതെ ഇതുപോലെ തന്നെയല്ലേ നല്ല ബെസ്റ്റാന്ന് പറഞ്ഞ് ഇന്ദ്രനെ ആലോചിച്ചുകൊണ്ട് വന്നത്. എന്നിട്ട് എന്താ നടന്നത്? ഇപ്പം കല്യാണം കഴിക്കാതെ ഞാൻ ഇവിടെ നിന്നെന്നും പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ ആരെയും ശല്യം ചെയ്യുന്നില്ല, എനിക്കിപ്പോൾ ഒരു ജോലി ആവശ്യം, അല്ലാതെ കല്യാണം അല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചേട്ടത്തി പറഞ്ഞു, അത് പിന്നെ മോൾക്ക് വേണമെങ്കിൽ ജോലി എവിടെ വേണമെങ്കിലും എനിക്ക് ഒപ്പിച്ചു തരാം, ഏതെങ്കിലും തുണിക്കടയിലൊക്കെ. പക്ഷേ അങ്ങനെയല്ലല്ലോ, മോളുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ജോലി വേണ്ടേ? അതെ, എൻ്റെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ജോലി കിട്ടുമോ ഇല്ലോന്ന് ഞാൻ നോക്കട്ടെ, എനിക്കിപ്പം ജോലി ആവശ്യം, എനിക്കിനി കല്യാണം ആലോചിച്ചുകൊണ്ട് ദയവ് ചെയ്ത് ചേട്ടത്തി ഇങ്ങോട്ടേക്ക് വന്നേക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഏതായാലും അത് വലിച്ചു കീറിയപ്പോൾ തന്നെ നമ്മുടെ പല്ലവിയുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ചെറിയ വിഷമമുണ്ട്. മകളിങ്ങനെ നിൽക്കുന്നതിൽ മാതാപിതാക്കൾക്ക് വിഷമം കാണൂല. അപ്പം ആ ഒരു വിഷമത്തിലാണ് പല്ലവിയുടെ അച്ഛനും അമ്മയും ഒക്കെ ഉള്ളത്.
ഇതിന്റെ ഇടയ്ക്കാണെങ്കിൽ നമ്മുടെ പല്ലവി നേരെ ഓടി റൂമിലേക്ക് ചെന്നിട്ട് പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് വിഷമിക്കുകയാണ് കേട്ടോ. ഇന്ദ്രൻ അടിച്ചതും ഇടിച്ചതും ഇന്ദ്രനെ പിടിച്ച് തള്ളിയതും ആ കല്യാണ സമയത്തുണ്ടായിരുന്ന സന്തോഷവും പെട്ടെന്ന് തന്നെ ആ സന്തോഷം അണഞ്ഞതും ഒക്കെ ഇങ്ങനെ മാറി മാറി ഇങ്ങനെ മനസ്സിലൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ പൂർണിമേനെയും അതുപോലെ തന്നെ പൂർണിമയുടെ ആങ്ങളയായ പ്രതാപനെയാണ്. അപ്പൊ പ്രതാപനുണ്ട്, പ്രതാപന്റെ വൈഫും ഉണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ പൂർണിമ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ്. അപ്പോഴത്തേക്കും സമാധാനിപ്പിക്കുകയാണ്. പ്രതാപൻ ചെന്ന് സമാധാനിപ്പിക്കുന്ന വേറെ ഒന്നുമല്ല, വിഷമിക്കുകയൊന്നും വേണ്ട, പിന്നെ മക്കളുടെ കാര്യം ഓർത്ത് സങ്കടപ്പെടേണ്ട, ഇപ്പം ടെക്സ്റ്റൈൽസിലെ കാര്യം ഓർത്ത് സങ്കടപ്പെടുകയൊന്നും വേണ്ട, അവിടുത്തെ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ഞാൻ നോക്കിക്കോളാം, അതുകൊണ്ട് അതൊന്നും ഓർത്ത് ചേച്ചി വിഷമിക്കരുത്. പിന്നെ ഇപ്പം നമുക്ക് ഋതികേനെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കേണ്ട, ടെക്സ്റ്റൈൽസിലേക്ക് ഋതികേനെ പറഞ്ഞയക്കേണ്ട, ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് 10:41 ആകട്ടെ, അതുവരെ മനസ്സിനൊരു ഇതൊക്കെ കൊടുക്കാനായിട്ട് അവളെ ഇവിടെ നിർത്തിയാൽ മതി, അവിടുത്തെ കാര്യം ഓർത്ത് പേടിക്കേണ്ട എന്നൊക്കെ പറയുകയാണ് കേട്ടോ. ഏതായാലും ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പൂർണിമയാകട്ടെ എല്ലാം കേട്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നു, എസ് മൂളുന്നുണ്ട്. പക്ഷെ പ്രതാപന്റെ മനസ്സിലിരിപ്പ് എന്താണെന്നോ പ്രതാപന്റെ ഭാര്യയുടെ മനസ്സിലിരിപ്പ് എന്താണെന്നോ ഇവരാരും അറിയുന്നില്ല. എല്ലാ സ്വത്തുക്കളും കയ്യിലാക്കുക, ഒരു അവകാശി ആ വീട്ടിൽ വേറൊരു അവകാശി ഇല്ലാതിരിക്കുക. ഈ പെമ്മക്കളെ കെട്ടിച്ച് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേറൊരു അവകാശികൾ വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മാധവനെ എങ്ങനെയെങ്കിലും വെളിയിലാക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യമേ ഉള്ളൂ ഇപ്പം. അതുപോലെ തന്നെ ടെക്സ്റ്റൈൽസിലെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഋതികേനെ നോക്കാതെ ഇപ്പം പ്രതാപൻ തന്നെ നോക്കുകയാണെങ്കിൽ എല്ലാത്തിനും ഈ ഒരു സമയം കൊണ്ട് വെട്ടിത്തിരിവ് നടത്താം എന്ന ആ ഒരു ചിന്തയാണ് നമ്മുടെ പ്രതാപന്റെ മനസ്സിലുള്ളത്. അങ്ങനെ ഇവര് സംസാരിച്ചോണ്ട് ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ സേതുവും ഹരിയും കൂടെ കയറി വരുന്നത്. അങ്ങനെ സേതുവും ഹരിയും കൂടെ കയറി വരുമ്പോഴത്തേക്കും നമ്മുടെ പ്രതാപൻ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പൊ പ്രതാപൻ പറയുവാണ്, അതെ ഇവിടെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇവിടെ ഒന്ന് ശുദ്ധികലശം നടത്താൻ. ഇത് നമ്മുടെ സേതു കേട്ടു. സേതു പറഞ്ഞു, അത് പിന്നെ അതെ ശുദ്ധികലശമൊക്കെ നടത്തുന്ന കാര്യം അത് പിന്നെ തീരുമാനിച്ചാൽ പോരെ, അതിപ്പോ തീരുമാനിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് ചോദിച്ചപ്പം അവിടെ നിന്ന വേലക്കാരി ചേച്ചി ചോദിച്ചു, അല്ല ഇതാരാ കൂടെ വന്നത്? അത് പിന്നെ ഇതെന്റെ കൂട്ടുകാരനാ, ഇത് എന്റെ ചങ്ക ഹരി, ഇനി ഇവൻ ഇവിടെ കാണും എന്റെ കൂടെ, ഞാൻ പോകുന്നത് വരെ ഇനി ഇവിടെ കാണും എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ സേതു പറഞ്ഞു, ദേ കണ്ടില്ലേ കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടാ പോകുന്നതെന്ന്. ദേ സേതു എന്ന് പറയുന്നവനേക്കാൾ ഫ്രോഡാ കൂടെ ഉള്ളവന്. എല്ലാവരും കൂടെ 16 അടിയന്തരത്തിന് മുമ്പേ പൊന്നും നമ്മുടെ ഈ വീടുണ്ടല്ലോ അതെങ്ങനെയാക്കി തീർക്കുന്ന ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ, കണ്ടോ ഇനി സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഏതായാലും നമ്മുടെ പൂർണിമയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം സേതുവിനെ പറഞ്ഞു വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹരീനെ പറഞ്ഞു വിടും, എതിർത്തൊരു വാക്കും പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ് നമ്മുടെ പൂർണിമ നിൽക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ പൂർണിമയോട് വേലക്കാരി പറഞ്ഞു, അതേ ചേച്ചി ഞാൻ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്, സേതുവിന്റെ കൂട്ടുകാരനെ കൂട്ടിക്കൊണ്ട് വന്നത് തീരെ ശരിയായിട്ടില്ല, അറിയാലോ മുള്ള് വന്ന് ഇലയിൽ വീണാലും ഇല വന്ന് മുള്ളിൽ വീണാലും കേടാർക്കാണെന്ന്. കല്യാണപ്രായം എത്തിയ പെമ്പിള്ളാര് 3 എണ്ണോ ഇവിടെ നിൽക്കുന്നത്, അതുകൊണ്ട് എല്ലാത്തിനും ഒരു കണ്ണ് വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതെ നീ ടെൻഷൻ ആകണ്ട, അങ്ങനെ കുഴപ്പം പിടിച്ചവന്മാരെ ഒന്നും സേതു ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എത്ര വിരോധം ഉണ്ടെങ്കിലും പിന്നെ സ്വാതിയും ഇതുപോലെ അച്ചുവും ഋതുവൊക്കെ ആങ്ങളയുടെ പൊന്നു പെങ്ങളുമാര് തന്നെയാ, അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ വേറൊരു പ്രശ്നവും വരില്ല. അല്ല ഞാൻ പറയുന്നത് വേറൊന്നുമല്ല, വേറൊന്നും വിചാരിക്കരുത് എൻ്റെ പൊന്ന്, നീ എന്നെ ടെൻഷനാക്കാതെ. അല്ല ചേച്ചി ഞാൻ ടെൻഷനാക്കാൻ പറഞ്ഞതല്ല, പഴയ കാലമൊന്നുമല്ല, പെൺപിള്ളാരുടെ മനസ്സ് മാറാൻ നിമിഷ നേരം മതി, എന്തെങ്കിലും പറ്റിപ്പോയിട്ട് അയ്യോ പൊത്തോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് അമ്മ നോക്കേണ്ടത് അമ്മ തന്നെ നോക്കണം. എൻഗേജ്മെന്റ് കഴിഞ്ഞ പെണ്ണുങ്ങൾ പോലും ദേ ഒളിച്ചോടിപ്പോകുന്ന കഥകൾ കേട്ടിട്ടില്ലേ? അതുപോലെ എത്ര കഥകളാ കേട്ടിരിക്കുന്നത്. നമ്മുടെ അച്ചുവിന്റെ കല്യാണം ഉറപ്പിച്ചതാ, എങ്കിലും ആണൊരുത്തൻ മനസ്സ് മാറ്റാൻ ഇറങ്ങി തിരിച്ചാല് കല്യാണത്തിൽ നിന്നൊക്കെ പിന്മാറാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. അല്ല അങ്ങനെ ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല, എങ്കിലും നമ്മുടെ സമയദോഷത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യും? അതെ അച്ചു അങ്ങനെ ഒരു കുട്ടിയല്ല. പിന്നെ ആ വന്ന് കയറിയ ആ ചെറുപ്പക്കാരനും അത്ര കുഴപ്പക്കാരനാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്റെ ചേച്ചി ദേ പാവത്തെ പോലെ ഇരിക്കുന്നവരായിരിക്കും ഭൂലോക കുഴപ്പക്കാര്. അതെന്തുകൊണ്ട് ചേച്ചി ഇതുവരെ മനസ്സിലാക്കുന്നില്ല? ചേച്ചി ഒരു കാര്യം ചെയ്യണം, നൈസായിട്ട് അവൻ ഇവിടെ നിന്ന് ഒഴിവാക്കാൻ സേതുവിനോട് പറയണം. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലേ, മാധവൻ സാർ പോയതിനേക്കാൾ കൂടുതൽ വേദന വന്നു കഴിഞ്ഞിട്ട് പിന്നെ കാര്യമില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും വരുന്നതിന് മുമ്പ് കാര്യങ്ങൾ ചെയ്യുന്നതല്ലേ നല്ലത്. അല്ല ഞാനൊരു കാര്യം പറയട്ടെ, ഞാനിപ്പോ സേതുവിനോട് എന്തു പറയണമെന്ന് നീ പറയുന്നത്? ഞാൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ സേതു ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ മാധവേട്ടന്റെ കർമ്മങ്ങൾ മുടങ്ങും. അങ്ങനെ കർമ്മം മുടങ്ങിക്കഴിഞ്ഞാൽ ശരിയാവില്ല. സേതുവിന്റെ കൂട്ടുകാരെ തൽക്കാലം ഇവിടെ തന്നെ നിൽക്കട്ടെ.
അവനിൽ നമ്മുടെ ഒരു നോട്ടം എപ്പോഴും ഉണ്ടായിരിക്കണം, അതുമാത്രം മതി. അതെ, അതുപോലെ മക്കളിലും ഒരു നോട്ടം ഉണ്ടായിരിക്കണം ചേച്ചിക്ക്. ഞാൻ അവരെ ശ്രദ്ധിച്ചോളാം. ഏതായാലും ബേബിയുടെ കണ്ണും എൻ്റെ മക്കളിലും അവനിലും ഒക്കെ എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് ഇങ്ങനെ പറഞ്ഞു വേലക്കാരിയോട്. അപ്പം വേലക്കാരി പറഞ്ഞു ഓക്കെ ചേച്ചി എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി കേട്ടോ. ഏതായാലും കുറച്ച് തീ കോരി ഇട്ടിട്ടാണ് നമ്മുടെ വേലക്കാരി ബേബി പോയിരിക്കുന്നത്. അപ്പൊ അതിൻ്റെതായ ഒരു ടെൻഷനൊക്കെ ഉണ്ട്. അപ്പൊ ഇതേ സമയം കാണിക്കുന്ന നമ്മുടെ ഹരീനെയാണ് കേട്ടോ. ഹരിയാണെങ്കിൽ പൊന്നുമടത്തിന്റെ വെളിയിലേക്കൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ്. എന്നിട്ട് എന്തായാലും മൊത്തത്തിൽ കൊള്ളാം, ഇത് നല്ലൊരു സെറ്റപ്പ് തന്നെയാണ്. ആ മിത്രേട്ടനെയും ഉണ്ണിക്കുട്ടനെയും കൂട്ടുമായിരുന്നെങ്കിൽ കുറച്ച് ദിവസം ഇവിടെ അടിച്ചു പൊളിക്കായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ ഋതിക ഇറങ്ങി വരുന്നത്. ഋതിക ഇറങ്ങി വന്നിട്ട് ഡോന്ന് വിളിച്ചു. അപ്പോഴത്തേക്ക് പതുക്കെ അങ്ങ് വലിയാൻ തുടങ്ങി കേട്ടോ. കൂടെ നമ്മുടെ സ്വാതിയുണ്ടേ. നിക്കട അവിടെ, നീ എന്താ ഇവിടെ? അത് ഞാൻ സേതുവേട്ടന്റെ കൂടെ വന്നതാ. എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? എന്താ നിന്റെ സേതുവേട്ടനെ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ വല്ല പേടിയുണ്ടോ? ഹേയ്, എന്റെ സേതുവേട്ടന് ഒടുക്കത്തെ ധൈര്യമാ. കൂട്ടിന് വന്നവൻ എന്തിനാ ഇതിലേ കൂടെ കറങ്ങി നടക്കുന്നത്? അത് പിന്നെ ഞാൻ ഈ വീടും പരിസരവും ഒക്കെ ഒന്ന് ചുറ്റി കാണുമായിരുന്നു. എന്താ വല്ലതും അടിച്ചു മാറ്റാൻ ഉദ്ദേശമുണ്ടോ? ഞാൻ അങ്ങനെ ഒരാളല്ല. കണ്ടാൽ അങ്ങനെയൊന്നും തോന്നില്ല. നിന്റെ മുഖത്ത് നല്ല കള്ള ലക്ഷണമുണ്ട്. അതെ, നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതാ. അല്ല, എന്താ നിന്റെ പേര്? എന്റെ പേര് ശ്രീഹരി. എവിടെയാ നിന്റെ വീട്? അത് എനിക്കങ്ങനെ വീടൊന്നുമില്ല. പിന്നെന്താ, മരത്തിന്റെ മണ്ടയിലാണോ താമസിക്കുന്നത്? ചിലപ്പോ ആയിരിക്കൂടി. കണ്ടിട്ടേ ഒരു കുരങ്ങിനെ പോലെയുണ്ട്. വാലിന്റെ ഒരു കുറവുണ്ടെന്ന് തോന്നുന്നല്ലേ. ഒരു വാലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുരങ്ങനെ പോലെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. ഏതായാലും ഇത് കേട്ടുകൊണ്ട് നമ്മുടെ ഹരി ഒന്നും തിരിച്ചു പ്രതികരിക്കുന്നില്ല കേട്ടോ. ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവര് റാഗ് ചെയ്യുന്ന പോലെയാണ് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഋതിക അച്ഛനും പറഞ്ഞു എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് വിട്ടോണം, ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങളുടെ കയ്യിലെ ചൂട് അറിയുന്നു പറഞ്ഞപ്പം അതെ, ഞാൻ പോണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അത് വേറെ ആരുമല്ല, അത് സേതുവേട്ടനാ. അതെ, ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന സേതുവേട്ടനല്ല. ഇവിടെ ഞങ്ങൾ 3 പെൺമക്കളുണ്ട്. ഞങ്ങൾ 3 പെൺമക്കളാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. താൻ പോകുന്നതാ തനിക്ക് നല്ലത്, ഇല്ലെങ്കിൽ തന്റെ ആരോഗ്യം വെറുതെ കേടാകും കേട്ടോ എന്ന് പറഞ്ഞു. ഏതായാലും ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ അച്ചു പറഞ്ഞത് നിന്റെ കണ്ണ് ഞാൻ കുത്തി പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞ് കണ്ണൊക്കെ ഇങ്ങനെ കുത്തി പൊട്ടിക്കാൻ വേണ്ടി ഇങ്ങനെ ചെല്ലാൻ തുടങ്ങുകയാണ്. അപ്പൊ ഇത് കണ്ടുകൊണ്ട് നമ്മുടെ ബേബി നിൽക്കുകയാണ്, അതായത് വേലക്കാരി ചേച്ചി. അപ്പൊ വേലക്കാരി ചേച്ചി പറഞ്ഞു ഇതെന്താ ഈ കാണിക്കുന്നത്? കൂത്ത് തുടങ്ങിയിട്ടുള്ളെന്നാ തോന്നുന്നത്. മിക്കവാറും ഇവിടെ വലിയൊരു യുദ്ധം കാണാൻ ചാൻസ് ഉണ്ട്. ഏതായാലും അവിടെ ഈ യുദ്ധം നടക്കുമ്പോൾ നമ്മുടെ സേതു അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. സേതു അങ്ങോട്ടേക്ക് വന്ന് ഋതികേനെ അച്ഛനെ ഒരു നോട്ടം നോക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സീൻ കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായി എത്രയും പെട്ടെന്ന് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.